റിലേഷൻ ഫംഗ്ഷനിൽ നിന്നുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചോദിക്കുന്നത്? ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ചോദ്യമാണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x³ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3. ദെൻ ഫൈൻഡ് ജി കോമ്പോസിറ്റ് ഇൻ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് കോമ്പോസിറ്റ് ഇൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വരുന്ന പറയുന്നത് എഫ് ഓഫ് എക്സ് മോഡുലസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഡൗട്ട്, സിമ്പിൾ ചോദ്യമാണെങ്കിലും ഇത്ര ഡൗട്ടുകൾ വരുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫോർമുല നമ്മൾ അറിയണം, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം 8x³ എന്നാണ്. ഒരുപാട് സംശയങ്ങളായി ഇനി മുതൽ വരുന്നതാണ് സംശയം വരുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പുറത്തുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുക. അത് ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജി പുറത്തുള്ള ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. ആ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എത്ര വേരിയബിൾ, എവിടെയൊക്കെ വേരിയബിൾ ഉണ്ടെന്ന് നോക്കാം. അവിടെ ഉള്ളത് ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ. ആ വേരിയബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആ വേരിയബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചു. ആ വേരിയബിളിന് പകരം ഉള്ള വേരിയബിളിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് ഉള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ജി ഓഫ് 8x³ നമുക്ക് കിട്ടി. നമ്മൾ പുറത്തുള്ള ഫംഗ്ഷൻ ജി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ജിക്ക് അകത്തുള്ള വേരിയബിൾ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ആ വേരിയബിളിന് പകരം ഇവിടെയുള്ള ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ വേരിയബിളിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഫംഗ്ഷൻ എഴുതുക എക്സ് ആണ്. എക്സിന് പകരം നമ്മൾ 8x³ എന്ന് കൊടുക്കുന്നു. ദി ഹോൾ റൈസ് ടു 1/3 എവിടെ ഉണ്ട്? അതായത് എക്സ് റൈസ് ടു 1/3 അകത്ത് നമ്മൾ 8x³ ദി ഹോൾ റൈസ് ടു 1/3 എക്സിന് പകരം 8x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ രണ്ട് വാല്യൂസിനും, അതായത് 8നും x³ 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. 8 റൈസ് ടു 1/3 ഇൻറ്റു x³ റൈസ് ടു 1/3, അതായത് x³ റൈസ് ടു 1/3 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 8 റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്നാണ്. ക്യൂബ് റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 എന്ന് കിട്ടി. x³ ദി ഹോൾ റൈസ് ടു 1/3 a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n is a റൈസ് ടു m ഇൻറ്റു n. അതായത് ഇങ്ങനെ പറയാം, x³ ഇൻറ്റു 1/3 എന്ന് വരും. 3 ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് x എന്നായിരിക്കും. ആൻസർ ഈസ് 2x എന്നായിരിക്കും. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കിട്ടുന്നത് 2x എന്നായിരിക്കും. ഇനി അതുപോലെ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നോക്കാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1/3 എന്നാണ്. ഇനി നേരത്തെ പറയുന്നത് പോലെ പുറത്തുള്ള ഫംഗ്ഷൻ നോക്കുക. എഫ് ആണ് പുറത്തുള്ള ഫംഗ്ഷൻ. എഫിനെ എടുക്കുന്നു. എഫിനകത്ത് വേരിയബിൾ മാത്രം റൗണ്ട് ചെയ്ത് വയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് ആ വേരിയബിളിന് പകരം ഇവിടെയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുറത്തുള്ളതൊക്കെ എഴുതാം. 8 എവിടെ ഉണ്ട്? ആ വേരിയബിളിന് മാത്രം പകരം നമ്മൾ എഴുതുന്നു എക്സ് റൈസ് ടു 1/3. അതായത് ഈ എക്സിന് പകരം എക്സ് റൈസ് ടു 1/3 എഴുതി. മുകളിലൊരു 3 ഉണ്ട്. സോ ഹോൾ റൈസ് 3. ദാറ്റ് ഈസ് 8 ഇൻറ്റു എക്സ് റൈസ് ടു 1/3 ദി ഹോൾ റൈസ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/3 ഇൻറ്റു 3 എന്നാണ്. സോ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 1 മാത്രം ബാക്കി. ദാറ്റ് ഈസ് 8x. ഒന്നിൻ്റെ ആൻസർ 2x, അടുത്തതിൻ്റെ ആൻസർ 8x എന്ന് കിട്ടും. ഇതാണ് ഈ മോഡലുള്ള ചോദ്യം. ഇനി അതിൻ്റെ മോഡൽസ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജി കോമ്പോസിറ്റ് എഫ് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുക ജി കോമ്പോസിറ്റ് എഫ് ലാസ്റ്റ് കിടക്കുന്ന ഫംഗ്ഷനുടെ വേരിയബിൾ എന്ന് നോക്കുക എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതാം. അവിടെ y ആയിട്ടാണ് നമ്മൾ y എഴുതും. ഫോർമുല എഴുതുന്നു ജി ഓഫ് എഫ് ഓഫ് എക്സ്. സിമ്പിളായിട്ട് പറയാം, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജി അതുപോലെ എഴുതിയതിനു ശേഷം എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്നാണ്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. ഇനി നോക്കേണ്ടത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് പുറത്തുള്ള ഫംഗ്ഷൻ ജി ആണ്. ജിയുടെ വേരിയബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഇതാണ് ജി. വേരിയബിൾ റൗണ്ട് ചെയ്യുന്നു. ആ വേരിയബിളിന് പകരം ഇത് ഈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വരുന്നത് 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 1, വെളിയിൽ -1. അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതുപോലെയാണെങ്കിൽ തിരിച്ച് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് വരുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് മാറും. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2x - 1. ഇനി നമ്മൾ പുറത്തുള്ള ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. പുറത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനാണ്. അതിനകത്ത് വേരിയബിളിന് മാത്രം റൗണ്ട് ചെയ്യാം. ആ വേരിയബിളിന് പകരം ബാക്കി എല്ലാം അതുപോലെ എഴുതുക. ആ വേരിയബിളിന് പകരം 2x - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മൾ മോഡുലസ് അവിടെ ഇടുന്നു. ദെൻ എക്സിന് പകരം 2x - 1 +1 ബാക്കിയുണ്ട്. +1 എഴുതുന്നു. then -1 ക്യാൻസൽ ആയി പോയി. ദാറ്റ് ആൻസർ ഈസ് മോഡുലസ് ഓഫ്
2x. ഇതാണ് ആൻസർ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലെ ചോദ്യങ്ങൾ ഇതിന് മുമ്പ് ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇനി ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ രണ്ട് ഫംഗ്ഷൻസ് തരികയാണ്. അതായത് f of x is equal to x minus 1 by x minus 3, g of x is equal to x minus 3 by x minus 1. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഫോർമുല അറിയാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ദെൻ ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് പുറത്തുള്ള ഫംഗ്ഷൻ ഏത്? പുറത്തുള്ള ഫംഗ്ഷൻ എഫ് ആണ്. എഫിനകത്തുള്ള വേരിയബിൾ ഏതാണ്? എഫ് എന്നുള്ള ഫംഗ്ഷൻ അതിലുള്ള വേരിയബിൾ റൗണ്ട് ചെയ്യുക. അതായത് എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ആ വേരിയബിൾ എല്ലാം റൗണ്ട് ചെയ്യുക. അതിന് പകരം എല്ലാം ഇത് കൊടുക്കാനാണ് അതിന്റെ മീനിങ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം ഇത് കൊടുക്കുന്നു. അതായത് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 1. താഴെ നമ്മൾ കൊടുക്കുന്നു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 3. അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. എക്സിനെല്ലാം പകരം അവിടെയുള്ള വേരിയബിളിനെല്ലാം പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്കിത് ക്രോസ് ചെയ്യാം. ഡിനോമിനേറ്ററിൽ 1 കൊടുത്ത് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു എക്സ് മൈനസ് 3 അതായത് എക്സ് മൈനസ് 3 ദെൻ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 ബ്രാക്കറ്റിൽ കൊടുക്കുക എക്സ് മൈനസ് 1. ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 വരെ നമ്മൾ എഴുതില്ല. കാര്യം ഇവിടെയും ഒരു എക്സ് മൈനസ് 1 രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. സോ അത് എഴുതാതെ ബൈ താഴെ ഇവിടെ ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 3 മൈനസ് എക്സ് പ്ലസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഓപ്പോസിറ്റ് ആവും. ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 3 മൈനസ് 3x പ്ലസ് 3 ഇത് ഓപ്പൺ ചെയ്യുന്നു. മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3x മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3. ഇനി ക്യാൻസൽ ആവുന്ന നോക്കാം. എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ ക്യാൻസൽ ആവുന്നത് മൈനസ് 3യും പ്ലസ് 3യും ക്യാൻസൽ ആവും. ദെൻ നമുക്ക് ബാക്കി കിട്ടുന്നത് മുകളിൽ ബാക്കിയുള്ളത് ഇനി മൈനസ് 3 പ്ലസ് 1 അതായത് മൈനസ് 2. താഴെയുള്ളത് എക്സ് മൈനസ് 3x എന്ന് പറഞ്ഞാൽ മൈനസ് 2x. സോ മൈനസ് മൈനസ് ക്യാൻസൽ 2 ക്യാൻസൽ ആൻസർ ഈസ് ഈക്വൽ ടു 1/x നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ആൻസർ. ഇതുപോലെ ജി കോമ്പോസിറ്റ് എഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ദെൻ ഇനി നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് എഫ് ഇൻവേഴ്സ് എക്സ് ആൻഡ് ജി ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സും കണ്ടുപിടിക്കണം, ജി ഇൻവേഴ്സ് എക്സും കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എഫ് ഇൻവേഴ്സ് എക്സ് മാത്രം നമ്മൾ പറയുന്നു. ജി ഇൻവേഴ്സ് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് പറയാം. സോ എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറയാണ്. ദറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എഫ് ഓഫ് എക്സ് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 3. നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സിന് വൈ എന്ന് കൊടുക്കുക. That is y is equal to x minus 1 by x minus 3. നമ്മൾ y എന്ന് പറയുന്നതിനെ y is equal to ആക്കിയതിനെ നമ്മൾ x is equal to കൺവേർട്ട് ചെയ്യണം. സോ അത് നമ്മൾ ഇതിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു. അതായത് x minus 3 into y എന്നാവും. That is y into x minus 3 is equal to റൈറ്റ് സൈഡിൽ ഇനി x minus 1 ഉണ്ട്. then y കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y into x നമുക്ക് xy എന്ന് എഴുതാം. മൈനസ് y into 3 എന്ന് പറഞ്ഞാൽ 3y is equal to x minus 1. ഇനി എക്സ് എല്ലാം നമുക്ക് y is equal to x is equal to ആക്കാണ് വേണ്ടത്. സോ എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ എക്സ് വൈ ഇവിടെ ഇടുന്നു. ഈ പ്ലസ് എക്സിന് ഇവിടെ കൊണ്ടുവരും മൈനസ് എക്സ് ആകുന്നു. മൈനസ് 3y അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 3y ആക്കി ഒരു മൈനസ് 1. ഇവിടെ നമുക്ക് എക്സ് കോമൺ എടുക്കാം. ആക്കി y മൈനസ് 1 is equal to 3y മൈനസ് 1. ദാറ്റ് ഇസ് എക്സ് is equal to നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് is equal to ഈ y മൈനസ് 1 അവിടേക്ക് പോകുമ്പോൾ 3y മൈനസ് 1 ബൈ y മൈനസ് 1 മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന y മൈനസ് 1 അവിടേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് 3y മൈനസ് 1 ബൈ y മൈനസ് 1 നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് എക്സ് is equal to കിട്ടിയെങ്കിൽ ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഇൻവേഴ്സ് എക്സ് വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ഇവിടുത്തെ വേരിയബിളോട് മാറ്റുക. അതായത് 3x മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 അതായത് 3x മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 വൈക്ക് വരെ എക്സ് കൊടുക്കുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 3x മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജി ഇൻവേഴ്സ് എക്സ് കൂടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതേ മെത്തേഡിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ജി ഇൻവേഴ്സ് എക്സ് നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് വേണമെങ്കിൽ എക്സ് is equal to എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം. നമുക്ക് ഇതാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഞാൻ അതിനെ വൈ എന്ന് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ എടുക്കുകയാണ്. y is equal to that is x minus 3 by x minus 1. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് xy മൈനസ് y എന്ന് ഇവിടെ കൊണ്ടുവരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy മൈനസ് y is equal to x minus 3. എക്സിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ xy മൈനസ് x മൈനസ് y ഇവിടെ പോകുമ്പോൾ പ്ലസ് ആവും y മൈനസ് 3. എക്സ് കോമൺ എടുക്കുമ്പോൾ
y minus 1 is equal to y minus 3. That is x is equal to y minus 3 by y minus 1. That is g inverse x is equal to x minus 3 by x minus 1. ഇതായിരിക്കും ജി ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ ആയി. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സബ് ക്വസ്റ്റ്യൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയായിരിക്കും. ഇനി അവസാനമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്ക് വേണ്ടത്, നമുക്ക് ഈ രണ്ട് ആൻസർ ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടത് ഈ എഫ് ഇൻവേഴ്സ് എക്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. സോ അതുകൊണ്ട് നമ്മളിവിടെ ഇത് ഈ സ്റ്റെപ്പ് വിട്ടിട്ട് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ജി കോമ്പോസിഷൻ എഫ് ദി ഹോൾ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർമുല പഠിക്കണം. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ്. ദാറ്റ്സ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മൾ ഏത് ഫോമിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ആ ഫോമിൽ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിന് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ് എഴുതാം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഇൻവേഴ്സ് നമുക്ക് അതായതാണ് ജി ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1. സോ ഇതുവരെ ആണെങ്കിൽ നമുക്ക് പുറത്തുള്ള ഫംഗ്ഷൻ നോക്കാം. അത് എഫ് ഇൻവേഴ്സ് ആണ്, എഫ് അല്ല. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ആണ്, അതായത് എഫ് ഇൻവേഴ്സ് എക്സ് ആണ്. ദെൻ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേരിയബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് വരുന്നത് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 1. ഇവിടെ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബാക്കി മൈനസ് 1. ഇനി നമുക്ക് മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3x മൈനസ് 9, താഴെ മൾട്ടിപ്പിൾ ചെയ്യരുത്, 3x മൈനസ് 9 എന്നാണ് 3 കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, ബൈ എക്സ് മൈനസ് 1 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ഉള്ളത് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 1. ഇനി ഇവിടെ നമുക്ക് ക്രോസ് ചെയ്ത് എടുക്കാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 3x മൈനസ് 9 എന്ന് പറയുന്നത് 3x മൈനസ് 9, ദെൻ എക്സ് മൈനസ് 1 മൈനസ് 1. ബ്രാക്കറ്റിൽ നമുക്ക് എക്സ് മൈനസ് 1 എഴുതാം. കാര്യം എക്സ് മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. ബൈ എക്സ് മൈനസ് 1 എഴുതണ്ട, താഴെ ക്യാൻസൽ ആയി പോകും. ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ഉള്ളത് ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3, ദെൻ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 എക്സ് മൈനസ് 1. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് 3x മൈനസ് 9 മൈനസ് എക്സ് പ്ലസ് 1. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ള എക്സ് മൈനസ് 3 മൈനസ് എക്സ് പ്ലസ് 1. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് നമ്മൾ. ഇനി ക്യാൻസൽ ആകാൻ പറ്റുന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ എക്സ് എക്സും ക്യാൻസൽ ആയി പോകും. ബാക്കി മുകളിലുള്ള 3x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x, മൈനസ് 9 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 8, ബൈ മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2. ദെൻ മുകളിൽ നമുക്ക് 2 കോമൺ എടുക്കാം, അല്ലെങ്കിൽ മൈനസ് 2 കോമൺ എടുക്കാം. 2 ഇപ്പോൾ കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുമ്പോൾ വരുന്നത് എക്സ് മൈനസ് 4 എന്നായിരിക്കും. ബാക്കി താഴെ ഒരു മൈനസ് 2 ഉണ്ട്. സോ 2 നമുക്ക് ക്യാൻസൽ ആയി പോകും. ഈ മൈനസ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുമ്പോൾ സൈൻ ഓപ്പോസിറ്റ് ആയി 4 മൈനസ് എക്സ് എന്ന് മാറും. അതായത് 4 മൈനസ് എക്സ് ആണ് ഇതിന്റെ തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ജി കോമ്പോസിഷൻ എഫ്. എന്നിട്ട് നമ്മൾ നോക്കണം എഫ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് വൈ ആണെന്ന് അറിയാനായിട്ട് ഇവിടെ നോക്കേണ്ടത്. എഫ് ഓഫ് എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ആണ്, അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്. തിരിച്ച് എഫ് കോമ്പോസിഷൻ ജി എന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എന്നാണ് എഴുതേണ്ടത്, ഓർക്കുക. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് അത് ജി കോമ്പോസിഷൻ എഫ് എന്നേ പറയത്തുള്ളൂ. സോ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x plus 4 by 5x minus 7. ഇപ്പോഴത്തെയും പോലെ നമുക്ക് നോക്കാം, പുറത്തുള്ള ഫംഗ്ഷൻ ജി ആണ്, അതിനകത്തുള്ള വേരിയബിൾ നമുക്ക് നോക്കാം, ഈ വൈയും ഇവിടെ വൈയും ആണ്. റൗണ്ട് ചെയ്യുന്നു, അതിന് പകരം നമ്മൾ ഇത് കൊടുക്കണമെന്നാണ് മീനിങ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 ഇൻറ്റു വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3x plus 4 by 5x minus 7 plus 4 ഹോൾ ഡിവൈഡ് ബൈ 5 ഇൻറ്റു വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x plus 4 by 5x minus 7 minus 3. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈക്ക് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 21x plus 28 by 5x minus 7 plus 4 divided by ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 15x plus 20 by 5x minus 7 minus 3. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ലിമിറ്റ് 1 കൊടുത്ത് നമ്മൾ ക്രോസ് ചെയ്യാണ്. 1 into 21x plus 28 നമുക്ക് അത് തന്നെ കിട്ടും. അതായത് 21x plus
28. Cross into 5x minus 7 into 4. 4 കൊണ്ട് multiply ചെയ്യുമ്പോൾ plus 20x 4 into 5x 20x 4 into minus 7 minus 28 whole divided by നമുക്ക് ഇവിടെ 5x minus 7 കൊടുക്കണ്ട ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും then ഇവിടെ ക്രോസ് ചെയ്യാം 1 into 15x plus 20 എന്ന് പറയുന്നത് 15x plus 20 ഇവിടെ മൈനസ് ആണ് minus 3 into 5x that is minus 15x then minus 3 into minus 7 that is plus 21 then ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം 28 ക്യാൻസൽ ആയി ബാക്കി 21x plus 20x എന്ന് പറഞ്ഞാൽ 41x whole divided by ബാക്കിയുള്ളത് 15x minus 15x ക്യാൻസൽ ആവും 20 plus 21 41 ഈ 41 ക്യാൻസൽ ആയി ആൻസർ ഈസ് x. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് സാധാരണയായിട്ട് ഈ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പോസിറ്റിനുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പറയേണ്ടത് ബൈനറി ഓപ്പറേഷൻ ആണ്. സോ ബൈനറി ഓപ്പറേഷനിൽ ബൈനറി ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇതൊന്ന് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബൈനറി ഫംഗ്ഷൻസ്.